back to another video of Granny Chapter 3. ഇന്ന് നമ്മളുടെ ഇപ്പോൾ സംസാരിക്കുന്നില്ല. ഇന്ന് മെയിൻ ആൾ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു മാറ്റം എടുത്താലോ. ഇന്ന് സംസാരിക്കുന്ന ആൾ കളിക്കും, കളിക്കുന്ന ആൾ സംസാരിക്കും. അപ്പോൾ ഗൈസ്, ഇന്ന് ഇത് നമ്മൾ ആദ്യത്തെ ഗെയിമാണ്. പക്ഷേ നമ്മൾ ഒന്ന് കളിച്ചായിരുന്നു. നിങ്ങൾക്ക് നമ്മൾ ഈ പ്രാവശ്യം പക്ഷേ നോർമലി ഇട്ട് കളിക്കാനാണ്. അപ്പോൾ ഗൈസ് നമ്മൾ കളിച്ചായിരുന്നു, പക്ഷേ നമ്മൾ ഇടാൻ പറ്റിയില്ല. അത് വേറെ വിഷയം. ലോ ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി, ഇതെന്തൊക്കെയാ അറിയത്തില്ല. ലോ ഇടാം ചുമ്മാ. ഓക്കെ, അത് പ്രാക്ടീസ് കളിക്കായിരുന്നു. കുഴപ്പമില്ല. നമ്മൾ വീഡിയോ ഇടുമ്പോൾ നമ്മൾ ഇവിടെ എനിക്ക് ചാലഞ്ച് തന്നെ കോഴ്സ് ഓണർ തന്നെ ഇവൻ ചാലഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്കിപ്പ് ഇൻട്രോ അങ്ങ് പിടിച്ച് ഞെക്കിയാണ്. അതായപ്പില്ല, നമ്മൾ ഇൻട്രോ ഒക്കെ കണ്ടവരൊക്കെയാണ്. നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങൾ ഇൻസ്റ്റാളാക്കി കാണണം. ചെയ്യ, പക്ഷേ അത് വേറെ കാര്യം. എനിക്ക് പേടിയാണ്. ഞാൻ എൻ്റെ കൺട്രോളിൽ കളിക്കുന്നത്. ചെറുക്കം ചെന്ന് ഇങ്ങനെ പോകുന്നത് ഡോർ അൺലോക്ക് ചെയ്യാം. ഇന്ന് ആദ്യത്തെ രാത്രി അവൻ ചാവോ, അല്ല ഇന്ന് അവൻ്റെ ആദ്യത്തെ രാത്രിയാണോ അല്ലെ അവസാനത്തെ രാത്രിയാണോ നമുക്ക് കാണാം. നമുക്ക് കളിക്കാം. ചിലപ്പോൾ അവൻ്റെ അവസാനത്തെ രാത്രി ആയിരിക്കാം. ഇച്ചിരി ബ്രേക്ക് വരും. അവളെ കാര്യം പറയും. ഇച്ചിരി ഒന്ന് ഈസി ആക്കി കൊടുക്കാം. സെൻസിറ്റിവിറ്റി എനിക്ക് പറ്റിയ സെൻസിറ്റിവിറ്റി ഇല്ല കേട്ടോ. എനിക്ക് ഇതാ പറ്റിയത്. അപ്പോൾ ഗായ്സ്, നേരെ ബ്രേക്ക് ഉണ്ടായിരിക്കും കേട്ടോ ലാസ്റ്റ്. പിന്നെ നമ്മുടെ കളിക്കുന്ന ആള് കളിക്കും. ചിലപ്പോഴായിരിക്കും പ്ലാങ്ക് എടുക്കുക ചേർക്കാം. പ്ലാങ്ക് എടുത്തിരിക്കും. ഇനി മേളോട്ടെ ഈ പ്ലാങ്കിനുള്ളൂ ഇനി ജോലി. അവരിച്ചിരി സ്പീഡ് കൂടിയായിരിക്കും വരുന്നത് കേട്ടോ, നോർമലായതുകൊണ്ട്. അപ്പോൾ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്താൽ മതി. അതാ നല്ല കാര്യം. സൈഡിൽ നിന്ന് മാറ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവസാനത്തെ രാത്രി ആയിരിക്കും ഇവൻ്റെ ഇന്ന്. Day 4 അല്ല Day 2. അപ്പോൾ നമ്മൾ കളി കളിക്കാൻ പോകുന്നു. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, വേണ്ട അവൻ പിന്നെയും പോകും. സോറി, പിന്നെയും കഥ ഉറക്കുന്ന അവൻ പഴയ അവൻ്റെ കാഴ്ച തന്നെ അവൻ ചെയ്യുമ്പോൾ സംശയം. അപ്പോൾ ഗൈസ്, മുമ്പ് കാണിച്ചു തന്നെ അവൻ തെറ്റ് കാണിക്കുമെന്ന് എനിക്ക് സംശയം. എടാ മേളിലോട്ട് പോ, താഴോട്ട് പോകണ്ട. ഉള്ള അടി മൊത്തം എനിക്ക് കിട്ടില്ലേ, സത്യം. പിന്നെയും ഗ്രാനി വരും. അതിനോട്ട് നമ്മുടെ മണ്ടക്കോട്ട് ക്ലോസപ്പ് തേച്ച് വെക്കും, നമ്മുടെ തലക്കോട്ട്. ആ തുറക്ക്. ഇതൊക്കെ നേരത്തെ ഇത് കൊള്ളു. ഇത് അച്ചിക്കിച്ച് ടെക്നോളജി തന്നെ. ഇങ്ങനെയാണെന്ന് എനിക്കിതൊക്കെ അറിയുന്നത്. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കളിച്ചോറുണ്ട്. അതിന് ഇടയ്ക്ക് നോക്കണ്ട എന്തെങ്കിലും വരുന്നുണ്ട്. ഇപ്പോൾ ഗ്രാൻഡ് ഹെഡ് ഷോട്ട് അടിച്ച് കളയുന്ന കാണുന്നത് ഗെയ്സ് നമുക്ക്. അതിന് ഗ്രാൻഡ് നമ്മളുടെ അണ്ണാക്കിലോട്ട് ക്ലോസപ്പ് തേച്ച് വെക്കുമോ എന്തോ. വരുന്നു ക്ലോസപ്പ് തേക്കാൻ വരും നമ്മൾ അണ്ണാക്കിട്ട് ഗ്രാൻഡ്. നേരെ കടയിലോട്ട് പോവുക. ഗ്രാൻഡ്പേക്ക് ഇന്ന് എന്തോണം ചിക്കൻ ബിരിയാണി ആയിരിക്കും ഉണ്ടാക്കി കൊടുക്കാനാ. ഗ്രാൻഡ്പേ പോകുന്നു ചിക്കൻ ബിരിയാണി തിന്നാൻ. നല്ല ചിക്കൻ ബിരിയാണി തരണം ഗ്രാൻഡി. ചിക്കൻ ബിരിയാണി തന്നെ പോവാ കൊച്ചു കള്ളൻ. സത്യം, നമുക്ക് പോലും തന്നില്ല. നമ്മളവിടെ അടിച്ചിട്ടേ. എടാ മേളിപ്പോ ഗ്രാൻഡ്പേ പോയി. മേളിപ്പോ ഓട് എണ്ണിച്ചോട്. മേളിലോട്ട് വരെ ആടെ സിലിണ്ടറി എന്ത് പറഞ്ഞു കാണിച്ചിട്ടോ. ഗ്രാൻഡ് ഫോർ ഉറങ്ങാൻ വരുമ്പോ തോക്കെടുത്ത് ഇനി ഗ്രാൻഡ് അവിടെ തോക്ക് വെക്കുവോ? വെക്കും. ആരുടെ വീഡിയോ ആളാന്ന് കണ്ടിട്ട് പറയുന്നേ. ഏതോ മനുഷ്യന്റെ വീഡിയോ. എനിക്ക് 100K സബ്സ്ക്രൈബേഴ്സും പിന്നെ 10K ലൈക്കും എല്ലാ വീഡിയോക്കും 10K എല്ലാത്തിനും വേണ്ട ഗൈസ്. എല്ലാത്തിനും ഒരു 500 ലൈക്കെങ്കിലും കിട്ടിയ 500 മതി. വേണ്ട 1K ലൈക്ക് എല്ലാ വീഡിയോയ്ക്കും.
100K എല്ലാ വീഡിയോയ്ക്കും അല്ല ഈ വീഡിയോയ്ക്ക് ഇന്നത്തെ വീഡിയോയ്ക്ക് 1K ലൈക്കും ഈ ചാനലിൽ 100K സബ്സ്ക്രൈബേഴ്സ്. നിങ്ങൾക്ക് ചെറിയൊരു ചാലഞ്ച്. നിങ്ങൾക്ക് ഈ ലൈക്കും കമൻറ്റും ഒന്നിച്ച് വെക്കാൻ പറ്റില്ല, ബാലൻസ് ചെയ്ത് വെക്കാൻ പറ്റുമോ? ഇല്ലേ. സബ്സ്ക്രൈബ് 100K ആക്കി ഞങ്ങൾ ആരാന്ന് കാണിച്ചു തരാം കേട്ടോ. തീർച്ചയായും 100% മുഖം കാണിച്ചു തരാമെന്ന് ഫേസ് റിവീല്. സത്യം, ഞങ്ങൾ വാക്ക് മാറ്റത്തില്ല. വാക്ക് മാറ്റിയ ചരിത്രമില്ല ഞങ്ങൾ. ഗ്രാൻഡ്പ വരുന്നില്ലല്ലോ. ഗ്രാൻഡ്പ അവിടെ ചിക്കൻ ബിരിയാണി തിന്നോണ്ടിരിക്കുക. ഗ്രാൻഡ്പ ചിക്കൻ ബിരിയാണി കഴിച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ വരത്തില്ലേ? അന്നേരം നമുക്ക് ഗ്രാൻഡ്പ അവിടെ വെളിയെല്ലാം നടക്കൂടാ. എനിക്ക് ഒരുത്തൻ്റെ വീഡിയോ കണ്ടിരിക്കുക നല്ല ഓർമ്മയുണ്ട്. ഇറങ്ങി ഓടും. ഇറങ്ങുമ്പോൾ ഗ്രാൻഡ് നമ്മുടെ നന്നാക്കിലോട്ട് ക്ലോസപ്പ് തേക്കാൻ വരും. മറ്റേ അത് തുറന്നു നോക്കാം, അതിനകത്ത് എന്തോ ഉണ്ടെന്ന് പോലെങ്കിലും. ഉണ്ട്. പേടിയാവുന്നേ. മേളിലോട്ട് ഓടാം, മേളിലോട്ട്. എനിക്ക് പേടിയാ. ഇപ്പൊ കുടിഞ്ഞു നോക്ക്. ഇല്ല എന്താ ഗ്രാൻഡി ഇങ്ങനെയൊക്കെയാണോ? നമ്മൾ ഓരോ കുടുംബത്തിൽ ജനിച്ചവരല്ലേ. ഇതൊക്കെ ചെയ്യാമോ ഗ്രാൻഡിക്കുട്ടി? ചെറുക്കം 3 ദിവസം ചത്തു. ഇനിയും മെയിൻ ഗെയിമർ തന്നെ കളിക്കാൻ. മെയിൻ ഗെയിമർ കളിക്കത്തില്ല. ഞാൻ ഇന്ന് ചത്തിട്ട് കുറച്ചു നേരം ബ്രേക്ക് എന്നിട്ട് മറ്റേ ആൾ കളിക്കുന്ന പ്രശ്നമുള്ളൂ. ഇതെന്റെ വാക്കാണ് ഗൂയ്സ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഗൂയ്സിന് സുഖമാണെങ്കിൽ കമന്റ് ചെയ്യണേ കേട്ടോ ഗൂയ്സ്. കഥം ഇല്ല, ഇവനിപ്പോൾ കഥമാവാൻ പോവുകയാണ്. ഇപ്പം ഗ്രാൻഡ് ഫൈ ചോദിക്കും എൻ്റെ ചിക്കൻ ബിരിയാണി എന്ത്, ഏതൊരു കൊച്ചു കള്ള കട്ടെടുത്തോണ്ട് പോയോന്ന് ചോദിച്ചു. ഇപ്പം ഇവിടെ വരിക്കണം ഉറങ്ങാൻ. ഗ്രാനി എനിക്ക് ചിക്കൻ ബിരിയാണി ചോദിക്കട്ടെ, ഗ്രാൻഡിനോട് ചിക്കൻ ബിരിയാണി തരാൻ. വേണ്ട, കൊച്ചു കള്ള കയറി പോന്നു അടിച്ച് മാറ്റാൻ. കൊച്ചു കള്ളൻ ഗ്രാനി ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല ഗ്രാൻഡ്പ. മുമ്പ് ഉണ്ടാക്കിയത് കഴിക്കാൻ പറ്റാത്തതിൻ്റെ ദേഷ്യമാണ്. ഗ്രാനി അവനും വിളിച്ച് മേളോട്ട് കയറ്റിയത് അവളെ ശവം എടുത്ത് താഴെ ഇടാനായിട്ട്. നമ്മളിവിടെ കുറേ നേരം കൊണ്ട് ഇരിക്കുവായിട്ട് ഗ്രാനി വരുന്നില്ലല്ലോ. ഗ്രാനി നമ്മളെ തപ്പുവായി നമ്മളെ പല്ല് ഏൽപ്പിക്കാനായിട്ട്. ക്ലോസപ്പും കൊണ്ട് പ്രാക്ടീസ് മതിയായിരുന്നു. എന്തിനാ? നൂബ്സിനുള്ള കളിയത്. അപ്പം നീ നൂബാ? പ്രാക്ടീസ് നൂബിനാന്ന് പറഞ്ഞപ്പം മറ്റേ ഒരു യൂട്യൂബ് ചാനൽക്കാരനുണ്ടല്ലോ. ഏതാ? നൂബ്. അവൻ നൂബ് അയച്ചുകൊണ്ട് അവന് പ്രാക്ടീസ് കളിക്കുന്നേ. അവൻ പ്രാക്ടീസ് കളിക്കോടാ. ഇപ്പൊ ഹെഡ് ഷോട്ട് കിട്ടും. മറ്റേതിൽ വിളിക്കത്തില്ലായിരുന്നോടാ. അപ്പം അവൻ ഇറങ്ങുവേ. അപ്പം ടിഷ്കു കിട്ടിയേ. അവൻ ഇന്ന് അവസാനത്തെ രാത്രിയാണ് ഗെയ്സ്. അവൻ വെളിച്ചം കണ്ടിട്ടില്ല, അതുകൊണ്ടാ ഇങ്ങനെ. ബ്രെയിൻ സെല്ലേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു ഗൂയ്സ്. ഡേ 5 ആയുമ്പോ ഗ്രാൻഡ് കളിപ്പിക്കാനായിട്ട് ഗൂയ്സ് ഇങ്ങനെ കാണിക്കുന്നേ. അപ്പൊ ഗായ്സ് നമ്മള് ചോരക്കളിയാകും. ചോരക്കളിയായി. നിന്നെ എല്ലാരും പിന്നെ ഗ്രാൻഡ്പയും ഗ്രാനിയും എല്ലാരും എന്തെങ്കിലും കാണിക്കുന്നില്ല ചോരക്കളിക്കെടുത്ത്. ഗ്രാനിയും പിന്നെ ചോരനാട്ടെടുക്കും. ഗ്രാൻഡ്പയും താഴെ ഇരിക്കുന്ന ട്രെയിനിന്റെ നിന്നെ കേട്ടു. ഗ്രാനി വന്ന് അങ്ങനെ ചെയ്ത ഒരു ഇതുണ്ടായിരുന്നേ. എന്തുവാ? ഗ്രാനി 3 സൗണ്ട് ഉണ്ടാക്കില്ലേ? അവസാനത്തെ രാത്രിയാണ് ഗെയ്സ്. നമ്മുടെ അവസാനത്തെ രാത്രി മരണം വരും ഒരു നാളിൽ ഓർത്തിടുമേ. ഗ്രാനി ഒരു സാധനങ്ങൾ എന്നോട് പറഞ്ഞു തന്നില്ല. നീ അത് മാത്രം ചെയ്തില്ല. നീ മാത്രമേ കള്ളുപിടിച്ച് കിടന്ന എന്താ പ്രശ്നം? ഒരു ബിരിയാണി ഫ്രീ ആയിട്ട് കിട്ടും. നമുക്കൊരു ബിരിയാണി ഒരു ചിക്കൻ. നീ എന്തിനാണ് ആ മുറിയിൽ എപ്പോഴും കയറുന്നേ? അവര് പോയിട്ട് മുകളിൽ പോകാനാണ്. എടാ ഇറങ്ങിപ്പോയ എന്തെങ്കിലുമൊക്കെ തുറക്കടാ. എനിക്ക് പേടിയാ. എത്രക്ക് പേടിച്ച് കീറിയൊക്കെ കൊണ്ട് തോറ്റല്ലോടാ. ഇപ്പം എന്നെ പറയണമല്ലോ. ഇപ്പൊ ഗ്രാൻഡ് മേളിന് ഹെഡ്ഷോട്ട് അടിക്കണേ. ആരുമില്ല. ഞാൻ ആ കട്ടലിലടി 24 മണിക്കൂർ കഴിഞ്ഞു. എടാ മേളിലോട്ട് പോടാ. മേളിലോട്ട് പോയി ആരും നിന്നെ പിടിക്കത്തില്ല. ഞാൻ പറയുന്നു. ആഹാ
ആ സ്റ്റെയർ കേസ് ചവിട്ടി കയറും. അത് കേറുന്നില്ലല്ലോ പണ്ടാരം. അമ്മേ സെൻട്രലിന്റെ കൂട്ടിട്ടുണ്ടോ? ഒന്നുമില്ല, നീ ഒന്നും നിന്നെ കാണും. കാക്കേ കാക്കേ കൂടെ വിടെ കൂട്ടരകത്ത് ഷഡ്ഡി പിടിച്ച് തിന്നാലോ നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഈ എടുത്ത് ഷെഡ് തുറന്ന് എലിവേറ്റർ അടിക്കണം. ഇല്ലെങ്കിൽ നിന്നെ വെട്ടിക്കൊല്ലും. കാക്കയുടെ മോന് കണ്ണും ചുമക്കും. അങ്ങനാണോ? അങ്ങനെ ഉണ്ട്. കാക്കയെ ഞാൻ കണ്ടില്ലടാ. എന്റെ കാലൊറ്റ കത്തം. നിന്നെ കളിപ്പിക്കാനല്ലടാ. നിന്നെ കള്ള നിന്നെ കളിപ്പിക്കാനല്ലടാ. അല്ല അയ്യോ സംസാരിക്കാനി അങ്ങനെ ചെയ്യില്ല പ്ലീസ്. ഗ്രാനി പോ ഗ്രാനി, ഞാൻ ചത്തോളാം. നല്ലോണം അറിയാം. പുഷ്പ ഫ്ലവർ അല്ലടാ. ഫ്ലവർ അല്ലടാ, ഫയറാടാ. ഫയർ പോവാ. ഗെയിം ഓവർ. കാരണം ഒരു നാൾ ഓർത്തിടുമേ. ഇച്ചിരി നേരം ബ്രേക്ക് തരാവേ. ഇച്ചിരി നേരം വെറും കുറച്ച്. അപ്പോൾ ഗായ്സ് നമ്മുടെ ബ്രേക്ക് ഇതാ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മെയിൻ ഗെയിമർ വന്ന് കളി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നോർമൽ മെയിൻ മുതലാളി കളിക്കുന്നുണ്ട്. മുതലാളിയല്ല, മെയിൻ ഗെയിമർ. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഫുള്ള് പകുതിയൊക്കെ കളിക്കാൻ. നമ്മൾ ഇന്ന് എസ്കേപ്പ് ആകും ഗൂയിസ്. ഇത് നമ്മളെ വാക്ക്, ഇത് ഞങ്ങളെ വാക്ക്. അത് നീ എന്നാ എസ്കേപ്പ് ചെയ്തോടാ. നീ എസ്കേപ്പ്, നമ്മൾ ക്രിസ്റ്റോ ബ്രോ എസ്കേപ്പ് ആവും. അപ്പൊ നിന്നെ ഈ വീട്ടിൽ അവര് കൊന്നിട്ടേക്കും അല്ലേ? അടുത്ത നമ്മുടെ ബെൻസ് ബ്രോ ചത്തിരിക്കുന്നു കേസ്. ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു അവനെ രക്ഷപ്പെടുത്താൻ. നമ്മുടെ ബെൻസ് ബ്രോ ഇവിടെ കിടക്കുന്നു ഗൈസ്. അടുത്ത ആരാ സംസാരിക്കുന്നത്? ഒരു പ്രേതമാണ്. ആത്മാവാ. സ്ലിംഗ് ഷോട്ട് ആയിരിക്കാം. എനിക്ക് ഫുൾ ഗെയിം തന്നെ അറിയാം ഗൈസ്. ഞാൻ തന്നിരിക്കുമോ? ഇത്രക്ക് ലക്കി ഞാനാ. എനിക്ക് തന്നില്ല. നീ നല്ലോണം തപ്പണമായിരുന്നു. എനിക്ക് തപ്പൊന്നുമില്ല. ഒന്നുമല്ല, നല്ല പേടി. വാ ഇങ്ങോട്ട് ഗ്രാനി, നല്ല പാപ്പം തരാം തിന്നാനൊക്കെ. എന്തൊക്കെയാ കൊടുക്കുന്നത്? പാപ്പം. അപ്പോൾ ഗോയ്സ് ഞാൻ അപ്പാപ്പം കൊടുക്കത്തേ ഉള്ളൂ. നമ്മുടെ ക്രിസ്റ്റോ ബ്രോ ഗ്രാനിക്ക് പാപ്പം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊടുക്കുന്ന ഗ്രാനി ഞാൻ കല്ലെടുത്ത് പാപ്പമായിട്ട് തരാം. എനിക്ക് പാപ്പം ഒന്നുമില്ല. എടിന്ന് ഗ്രാൻഡ് പൈൻ പറഞ്ഞേ. ഒന്ന് ഗ്രാനി പുറകെ അല്ലെങ്കിൽ മുന്നി, ഇതിലേതിലും ഒന്ന്. അയ്യോ ഗൈസ്, ഞാൻ വെള്ളത്തിലാണ്. വെള്ളത്തിൽ കാല് മാറ്റാൻ പോലെ മാറ്റി പോലെ. അയ്യോ ഗൈസ്, നമ്മൾ അടുത്തത് ലൈവ് ചിലപ്പോൾ നമുക്കൊന്നും ലൈവ് പറ്റത്തില്ല. ലൈവിന് ഞാൻ ചിലപ്പം കാണത്തില്ല കേട്ടോ. ലൈവ് ഇടുവാണെങ്കിൽ ഇന്നലെ തൊട്ട് കുറെ പേർക്കും കിടപ്പ് കയറിയിരിക്കുമായിരുന്നു. അപ്പൊ കളിക്കാൻ ഇപ്പം എന്നാ നീ എന്ന് പറയടാ. ഞാൻ കളിക്കും, പക്ഷേ ഗ്രാനി തോറ്റു പോകും. എന്നാ വാ കളി. എക്സ്ട്രീം മോഡ് ഇട്ട് കളിച്ചാൽ നീ ചത്തുപോകും. കൊല്ലത്തില്ലേ? ഇനി അവളെ ചത്തു പോകത്തില്ല എന്തായാലും. ചത്ത് അതെങ്ങനെ ഉണ്ട് ഗൈസ്? അയ്യോ അപ്പാപ്പനില്ല. അയ്യോ വലിയ ഷോർട്ട് കട്ടായി പോയി. അപ്പാപ്പന് അതേ തോക്ക് സൈഡിൽ ഓർത്തില്ലതേ ഉള്ളൂ. അപ്പാപ്പൻ്റെ അതേ തോക്കാണ്. അയ്യോ M18 ഗൈസ്. ചെറുക്കൻ്റെ ഇരിക്കുന്നത് M18. ആറ് ഇന്ത്യ ഇരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞ. പക്ഷെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നേ ഉള്ളു.
18 ഒരു ഡാമേജ് ഓരോ ഉണ്ടയ്ക്കും. അപ്പാപ്പനോ? അപ്പാപ്പൻ്റെ കയ്യിലും അപ്പാപ്പൻ്റെ ഏത് തോക്കാണ്? അപ്പാപ്പൻ്റെ ഇരിക്കുന്ന തോക്ക് ഒറ്റ ഹെഡ് ഷോട്ട് നമ്മൾ. അപ്പാപ്പൻ ഭയങ്കരവാ. അപ്പാപ്പനെ ഒന്നും പറഞ്ഞു പോയെങ്കിൽ അപ്പാപ്പൻ കിട്ടില്ല. അവിടെ ഇവിടെ ഇത് തുറക്കാൻ പറ്റത്തില്ലായിരുന്നോടാ. ആ ശരിയാണ്. ഇതാണ് അവർ റിമൂവ് ചെയ്തത്. ഞാൻ ആ പാട്ടും പറഞ്ഞു. അവിടെ ടിങ്കി ടിങ്കി പാട്ട്. സൂക്ഷിക്കണേ, ട്രാപ്പ് ആണല്ലേ. കഴിഞ്ഞ ദിവസം ട്രാപ്പ് ഉണ്ടല്ലോ, ഓർമ്മയുണ്ടോ? ഉണ്ടെന്നാ തോന്നുന്നു. ഹലോ അസ്ഥികൂടമേ. ചത്തുപോയോ? ഗൈസ്, ഞങ്ങളുടെ പേര് നിങ്ങൾക്കൊന്നും അറിയത്തില്ല. അടിപ്പോ എന്തോ കേട്ടതി. നിങ്ങൾക്ക് എൻ്റെ പേരറിയോ? എൻ്റെ പേരാണ് ബെൻസ് ആണ് കൈസ്. എൻ്റെ വണ്ടിയാണ്. ഇവനാണ് ബെൻസ്. ഞാൻ ഇവനെ എല്ലാ രാവിലെ ഓടിച്ചു പോകുന്നു. ഇന്ന് രാവിലെയും കൂടി ഇവനെ കാട്ടിൽ ഓടിച്ചതേ ഉള്ളൂ. 10K നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഇവന്റെ മുഖം കാണിക്കാം. മുഖം മാത്രമല്ല, നിങ്ങൾക്കറിയാം ഇവന്റെ മോഡൽ ഏതാ? അത് പഴയ ഏതോരു മോഡലാ കൈസ്. 2014 വന്ന ഒരു മോഡലാ. നിങ്ങൾക്ക് അറിയത്തില്ലേ ബെൻസിന്റെ ഏതാ മോഡൽ? 2014 മോഡലാണ്. അങ്ങനത്തെ ഒരു വണ്ടി ഇല്ലടാ. കുഴപ്പമില്ല, വണ്ടി ഉണ്ടാക്കി എടുക്കുന്നത്. പിന്നെ എനിക്കുണ്ട് കവിയ. അതാ പറഞ്ഞ എല്ലാം പറഞ്ഞു ഉണ്ടാക്കും. ഗ്രാനി നമ്മളുടെ ഒരു ക്ലോസപ്പ് എടുത്താണ് പോകുന്നത്. ഗ്രാനി അടുക്കള ബിരിയാണി ഉണ്ടാക്കിയിട്ട് എനിക്കതാ ഗ്രാനി. എനിക്ക് ആവശ്യമുണ്ട്. എനിക്ക് വിശക്കും. മാത്രം എന്തൊക്കെ തിന്നു, നമുക്ക് മാത്രം ഒന്നും തരത്തില്ല. നമ്മക്ക് കുറച്ച് അസ്ഥി കൂടെ എടുത്തു തരും തിന്നാന്. അവിടെ നമ്മളാണെങ്കിൽ ഗ്രാനി വന്നുണ്ടല്ലോ, ഓടി കളിക്കും. വേറെ ഒരുത്തരും ഉണ്ടാകും, അവനെ നിങ്ങൾക്കൊന്നും അറിയത്തില്ല. ചത്തോ? എങ്ങനെയാണ്ടൊക്കെയോ ഗ്രാൻഡ് ഓടി വെച്ചാണോ? അല്ല, ഗ്രാനി വന്ന് തലക്കിട്ടടിച്ചയാ. ഒന്നും കേൾക്കുന്നില്ലടാ. ചുമ്മാ അല്ലേ, ഫുൾ വോളി ഒന്നുമല്ല നീ ഇട്ടേക്കുന്നത്. അങ്ങനെയല്ല കേൾക്കാത്ത. നല്ലൊരു M80 ഒരു ഡാമേജ് M80 അതും അവൻ നശിപ്പിച്ചു. അതിൻ്റെ പേര് ഇപ്പം M പറഞ്ഞ 8 ഉണ്ട്. 18 M ഉണ്ട്. നമ്മുടെ M80 ആടാ, നീ തന്നെ പൊട്ടിച്ചു കളഞ്ഞേ. നമ്മുടെ ക്രിസ്റ്റോ ബ്രോ M80 പൊട്ടിച്ചു കളഞ്ഞിരിക്കുന്നു. ക്രിസ്റ്റോ ബ്രോയ്ക്ക് വയ്യാത്തവനായിട്ടാണോ? അങ്ങനെ എൻ്റെ എനിക്ക് നല്ലത് കിട്ടും. ഇന്നലെ ഒരുത്തും കിഴപ്പ് വലിയതായിട്ട് കാണിച്ച എൻ്റെ കിട്ടിയതാ. സ്കൂളുണ്ടായിരുന്നോ? പിള്ളേരെ കാണാൻ പള്ളി നീ കൊള്ളാം. അവൻ്റെ പള്ളിയും വന്നു. പിന്നെ ഇന്നലെ ഞാൻ വേറെ തന്നെ വീട്ടിലും പോയി. അവനെ കണ്ടെത്തിയിട്ടടിച്ചു. കണ്ടെത്തിയൊന്നും ഇട്ടടിച്ചില്ല. ഇതെന്തോ ലാഗാണ് എൻ്റെ. അയ്യോ, ആരാണ് ഈ മെസ്സേജ് അയക്കുന്നേ? അയ്യോ ഗൈസ്, വെറുതെ അല്ല. അയ്യോ പൈസ അതിൻ്റെ ഡിസ്റ്റർബ് മോഡ്. വേണ്ട ഡു നോട്ട് ഡിസ്റ്റർബ് കിടക്കണ്ട. ഇതേത് ഫോണാണ് നമുക്ക് ഗസ് ചെയ്യുന്നത്? അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേ. എന്താ നല്ല സ്മൂത്ത് നിങ്ങൾക്കറിയാം. മടിക്കാത്ത നല്ല സ്മൂത്ത് ആയിട്ടുള്ള, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ലാഗ് അടിക്കുന്നേ ഉള്ളൂ. ഞാൻ ഈ എവിടാന്ന് എനിക്ക് സംശയം. പാട്ടിലേ കിടന്ന് ഉറങ്ങുന്നു. എന്തോന്ന് എന്നെ കണ്ടെന്ന് രണ്ടുപേരും ഒന്നിച്ച്. ഞാനിപ്പോ കുള്ളനാണല്ലോ, ഞാൻ കള്ളനാണല്ലോ.
ഗ്രാൻഡ്പയുടെ ഇപ്പോൾ ഈ ഗ്രാൻഡ് പ്രീലും ടൂറിലും ഗ്രാൻഡ്പയുടെ കഥ നിങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞുതരാം. ഗ്രാൻഡ്പ ആണെങ്കിൽ ജനിച്ചപ്പോൾ ഒരു പെണ്ണിനോട് സ്നേഹം ഉണ്ടായിരുന്നു. ഗ്രാനിക്ക് ഗ്രാൻഡ്പയോടായിരുന്നു സ്നേഹം. പക്ഷേ ഗ്രാൻഡ്പയ്ക്ക് ഗ്രാനിയെ ഇഷ്ടമല്ലായിരുന്നു. ലാസ്റ്റാണെങ്കിൽ അവരുടെ മുന്നോട്ട് പോകുന്നുണ്ടോ? ഈസി അല്ലാടെ ഇത്. ഈസി ഇട്ടാലേ മുന്നോട്ട് പോകത്തുള്ളൂ. ഈസി ഇട്ടാലേ പോകത്തുള്ളൂ. കല്യാണം അവര് വരുവേ. ഗ്രാൻഡ് ഹെഡ് ഷോട്ട് അടിക്കാൻ നോക്കും എന്നെ. ഗ്രാൻഡ്പയുടെ കല്യാണം ഉറപ്പിച്ചപ്പോൾ ആ പെണ്ണ് വേറൊരാൾ പോയിട്ട് സ്നേഹം ഉണ്ടായിരുന്നു. അന്നേരമാണെങ്കിൽ മറ്റേ സ്നേഹം കാരണം അവൾ ഒളിച്ചോടിപ്പോയി. ഒളിച്ചോടിപ്പോയപ്പോൾ എനിക്ക് ക്ലോസപ്പ് വരുന്നു പല്ല് വെക്കാനായിട്ട്. വേറൊരാളുമായിട്ട് ഒളിച്ചോടിപ്പോയി ആ പെണ്ണ്. ഗ്രാനി അല്ലെന്നേ ഉള്ളൂ. ആ പെണ്ണ് ഒളിച്ചോടിപ്പോയപ്പോൾ ഗ്രാൻഡ്പയ്ക്ക് മോശമായി. അന്നേരം ഗ്രാനിയാണെങ്കിൽ ഗ്രാൻഡ്പയുടെ മുമ്പിലാണെങ്കിൽ പീഡനം ചെയ്തു. ഗ്രാനിയാണെങ്കിൽ മറ്റേ ഇത് ഡ്രസ്സിൽ ഊരി കളഞ്ഞു. ഞാൻ പറയുന്നല്ല കേട്ടോ. എന്നോട് ഒരുത്ത കഥ പറഞ്ഞു. എന്നോട് ഗ്രാനി കഥ പറഞ്ഞു തന്നായിരുന്നു. അയ്യോ ഗ്രാനി ഇവനെ കൊന്നു കളയുന്നതിന് മുമ്പ് പറഞ്ഞു കൊടുത്ത് ഇവരോട് ഞാൻ എന്നിട്ട് ഗ്രാൻഡ്പയ്ക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇടയ്ക്ക് നമ്മളെ ഗ്രാനിയും ഗ്രാൻഡ്പയാണ് ഒരു വേഷം ഇട്ടത്. ഇവരെ കൊണ്ടുവന്ന് അങ്ങനെയാണെങ്കിൽ അവസാനമാണെങ്കിൽ ഒരു പിള്ളേരെ കയറ്റിയായിരുന്നു. ആ കുറേ പിള്ളേരെ കയറ്റുമ്പോൾ അവർ രണ്ടുപേരും ആൺപിള്ളേര് എന്തൊരു അവസ്ഥകളാണെന്നറിയാം ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെ ചെയ്യത്തില്ലേ. പണ്ടത്തെ ആൾക്കാർ ഇപ്പോൾ ചെയ്യത്തില്ല. ഗ്രാൻഡ്പയൊക്കെ നീ പറഞ്ഞപ്പോ രണ്ടുപേരും ഇറങ്ങി വരുമായിരുന്നു. കഴിഞ്ഞാക്ക് നിന്റെ പുറകിനൊരു ഓഹോ അപ്പൊ ഞാൻ തീപ്പട്ടി എടുത്ത് കത്തിക്കാം അവരെ. അപ്പൊ ആണെങ്കിലേ ഗ്രാൻഡ്പയ്ക്ക് അതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു. ഗ്രാനിയുടെ ഇതൊക്കെ കണ്ട് ഗ്രാൻഡ്പയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഗ്രാൻഡ്പ വിട്ടുകൊടുത്തോ ഇല്ല. ഗ്രാൻഡ്പ ആണെങ്കിൽ ജിമ്മിൽ പോയി കുറേ വർക്കൗട്ട് ചെയ്ത് ഇപ്പൊ സിക്സ് പാക്ക് വരോട്ടെ. ഗ്രാൻഡ്പയ്ക്ക് അറിയാം. മനസ്സിലാതറിയോ? അതുകൊണ്ടാ നല്ല ആരോഗ്യമൊക്കെ ഉണ്ട് അവന്. ആ ഗ്രാൻഡ്പയ്ക്ക് ചുമ്മാ ശവക്കൊട്ടയിൽ നിന്ന് എക്സസൈസ് എടുക്കുവായിരുന്നു. ചുമ്മാ അല്ല എന്നോട് ഗ്രാനി പറഞ്ഞു തന്നാ. ചുമ്മാ അല്ല ഗ്രാനി ഓടുമായിരുന്നു. നിന്നെ നിങ്ങൾക്ക് അറിയാത്ത ഗ്രാനി വരുവാ. എന്താ കഥ പറഞ്ഞു കൊടുക്കുന്നത്? ഗ്രാനി നിങ്ങളല്ലേ എന്നെ പറഞ്ഞു തന്നെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കുമോ ഗ്രാനി? നിങ്ങൾക്കറിയോ എന്റെ പേസ്റ്റ് നിങ്ങൾക്കറിയോ ഗ്രാനി എന്നെ ഇവിടെ വിളിച്ചോണ്ട് കൊണ്ടുപോയിട്ടോ. ഞാൻ കളിച്ച എസ്കേപ്പ് ആയ എങ്ങനെയൊക്കെ ഇവിടെ വീട്ടിൽ വന്നിരുന്നു. പിന്നെ ഇവന് അസ്ഥി കൂടെ ആക്കി ഞാൻ തന്നെയാണ് കേട്ടോ. ഗ്രാനി ഞാൻ ഭാഗ്യത്തിന് ഗ്രാനി കണ്ടില്ല കേട്ടോ. എന്തൊരു ഭാഗ്യമുള്ളവനാണ് ഞാൻ. പക്ഷെ ഭാഗ്യം വിചാരം കൂടിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. അന്നേരമാണ് ഗ്രാനി എന്നെ പിടിച്ചോണ്ടെന്ന് നീ എന്നും പുറത്തു പോവില്ല. അന്നേരമാണ് ഗ്രാനി എന്നെ ഗ്രാനിക്ക് ഭാഗ്യം ആകെ കൂടുതൽ ഭാഗ്യമായിരിക്കും പോലെ. ഗ്രാൻഡ്പയുടെ കഥ കേൾക്കുമ്പോൾ എനിക്ക് കലി വന്നു കേട്ടോ. കൊല്ലാൻ തോന്നിയവര്. അതുകൊണ്ടല്ല ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയുണ്ടല്ലോ. വെള്ളത്തിൽ ഇറങ്ങി നമ്മൾ കടിച്ചു ഒന്നും കടിച്ചു ഒന്നും കടിച്ചു നമ്മളെ കടിച്ചു കീറാവുന്ന നമ്മളെ കടിച്ചു തീർത്തല്ലോ. നമുക്കൊന്നും ചാടി പട ഞാൻ ചാടുന്നില്ല. നമുക്ക് ഫുള്ള് കഴിക്കല്ലേ. നമുക്കൊന്ന് കുടിച്ചിട്ട് കേരിയ ആ പാട്ട് ഇതിൻ്റെ കൂടെ അടിക്കുമ്പോൾ ഇങ്ങനെ തിരി വരുന്നു. ഓഹോ എനിക്കിവിടെ വിളിച്ചിരിക്കും. നമുക്കിവിടെ അവർ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്.
വടിയും എനിക്ക് ടൂത്ത് ബ്രഷ് എടുത്ത് തരുക. ഈ നല്ല നല്ല ഗ്രടി കേട്ടോ ഗ്രടി എനിക്ക് പല്ല് വെച്ചില്ല. നമുക്ക് വടി കടിച്ച് വിട്ടു 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 പോകും. എടാ അത് ചെയ്യാനാടാ, എടാ അത് ചെയ്യാനാ. ഇവിടെ നോക്കല്ലേ, ഗ്രാനി അത് കണ്ടില്ല. ഇവരെ കൊന്നിട്ട് ചെയ്യാനുള്ള പരിപാടി ആണോ? കൊച്ചു ചങ്കത്തി. ചെറുതായിട്ടുള്ള പണി. അന്ന് പണി കടപ്പ് നാളെ കൊല്ലു നോക്കാം. ഏത് നീക്ക കാട്ടും കാണാമൃഗം വരും. വലിയ കാണ്ടാമൃഗം അതിനെ കടിച്ചിട്ട് കളയും എന്നെ നിന്നെ. ഇപ്പൊ ഗ്രാനി പറഞ്ഞ ട്രാപ്പുണ്ട് ട്രാപ്പുണ്ട്. ട്രാപ്പിണെന്ന് വെച്ചാൽ ഞാൻ പേടിച്ചു പോകും. എന്തുവാണെന്ന് എനിക്ക് ഗ്രാനി സൗണ്ട് ഞാൻ കേട്ടു. ഇങ്ങനാണ് ചെയ്യേണ്ടത്. എനിക്ക് പേടിയില്ല, എനിക്ക് പേടിയില്ല. ഗ്രാനി എത്തു. ഇല്ല ഞാൻ പേടിക്കില്ല. ചത്തു ഉണ്ടെങ്കിലോ അയ്യോ ഉണ്ടക്ക് ഞാൻ മുടി വെച്ചാ നമ്മള് അടിച്ചു പൊട്ടിച്ചിരിക്കുന്നു. നമ്മൾ മേളിൽ പോയി എന്തോ ഉണ്ടെന്ന് നോക്കാൻ പോവുകയാണ് കേസ്. ഇനിയും അങ്ങനെ ഷോട്ട് ഗൺ കിട്ടി. ഇനിയും കഥ മാറാൻ പോവുകയാണ്. കാക്കേ അടയും ഇല്ല ഹെഡ് ഷോട്ട് കിട്ടും. ഇവിടെ തേങ്ങ ഇരിക്കുന്നോണ്ട് പിന്നെ വെറുതെ കിട്ടും. ഒന്നും പറഞ്ഞു മറ്റേനെ അടിച്ചിട്ടല്ലേ. റോബ്ലോക്സ് ഇല്ലേ? ആ റോബ്ലോക്സ് ആണോ മൈൻക്രാഫ്റ്റ് ആണോ അറിയത്തില്ല. അത് ഈ ഗ്രാനി കളിക്കാൻ പോലും. ആ മൈൻക്രാഫ്റ്റ് ഗ്രാനി കളിക്കാൻ പറ്റും. മോഡ് അടിക്കണം. അത് കളിക്കുമ്പോഴേ കളയത്തില്ല 3-ല്. എന്നാണ് ഗ്രാൻഡ് പോലും നോക്കുന്നത്. ശരിക്കും ആ ഇങ്ങനെ ഇങ്ങോട്ട് വരട്ടെ, നമുക്ക് ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയാൽ